നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദീപാവലി ആശംസകൾ. വെളിച്ചത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണല്ലോ അല്ലേ ഇന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലും ഹൃദയത്തിലുമാണ് ആദ്യം വെളിച്ചം നിറയേണ്ടത്. അത്തരത്തിൽ എല്ലാവർക്കും പൂർണ്ണമായും വെളിച്ചം ഉണ്ടാവട്ടെ, മനസ്സിലും ഹൃദയത്തിലുമൊക്കെ വെളിച്ചം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദീപാവലി ആശംസകൾ. നമ്മൾ 9 മണി വാർത്തയിലേക്ക് കടക്കുകയാണ്. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂരും കാസർഗോഡും ഒഴികെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കുറഞ്ഞു. 13 ഷട്ടറുകളിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 4 സ്പിൽവേ ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ജീവനക്കാരെ ഉടൻ ചോദ്യം ചെയ്തേക്കും. മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2021 ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കും. പോറ്റിയെ ബാംഗ്ലൂരിലെത്തിച്ച് തെളിവെടുക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് സമരത്തിൽ. സമരം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലം മാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 28 മുതൽ റിലേ സമരം നടത്തുമെന്ന് KGM-CTA. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ പ്രതിസന്ധിയിൽ. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുമ്പോഴും നിലപാട് മാറ്റമില്ലെന്ന് CPI. സർക്കാരിനെതിരെ CPI വിദ്യാർത്ഥി സംഘടനയായ AISF. ബീഹാറിൽ ആദ്യഘട്ട മത്സര ചിത്രം ഇന്ന് തെളിയും. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ആദ്യഘട്ടം വിധിയെഴുതുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിൽ. ദീപാവലി നിറവിൽ രാജ്യം. ദീപങ്ങൾ തെളിയിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷം. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി. രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണം അപകടകരമായ നിലയിലെത്തി. വായു ഗുണനിലവാര സൂചിക ചിലയിടങ്ങളിൽ 400-ന് മുകളിൽ. അക്ഷർധാമിൽ 426-ഉം ആനന്ദ് വിഹാറിൽ 416-ഉം രേഖപ്പെടുത്തി. പാരീസിലെ ലൂവർ മ്യൂസിയത്തിലെ കവർച്ചയിൽ അന്വേഷണം തുടരുന്നു. കവർച്ച സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തതെന്ന അന്വേഷണ സംഘം. മോഷണം പോയത് വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ. സമാധാന ഉടമ്പടി കടലാസിൽ മാത്രം. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. സൈനികർക്ക് നേരെ ഹമാസ് നടത്തിയ വെടിവെപ്പിന് മറുപടിയെന്ന് ഇസ്രായേൽ. കരാർ ലംഘിക്കുന്നത് ഇസ്രായേൽ എന്ന് ഹമാസ്. പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകിയ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാൻ സൈന്യവും ഗോത്രങ്ങളും പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ അതിർത്തി വരെ പിന്തുടരാൻ മടിക്കില്ലെന്ന് ആഭ്യന്തര ഉപമന്ത്രി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് ദോഹയിൽ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. വിശദമായി നോക്കാം. കേരളത്തിലേക്കുള്ള അർജന്റീനയുടെ വരവിൽ സംശയം വേണ്ടെന്ന് സ്പോൺസർ ആവർത്തിക്കുമ്പോഴും കലൂർ സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം ലഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. 70 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നുവെന്നാണ് സ്പോൺസർമാരുടെ അവകാശവാദം. സീറ്റുകളും ഫ്ലഡ് ലൈറ്റും ഉൾപ്പെടെ വലിയ തോതിൽ നവീകരിക്കുന്നതിനൊപ്പം ഫിഫ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കണം. ഈ മാസം 25-ാം തീയതിയോടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പിന്തുണ തേടിയ സ്പോൺസർമാർ അർജന്റീന അസോസിയേഷനുമായി ചർച്ചകൾ തുടരുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, മെസ്സി വരും,
വരില്ല, വരാതിരിക്കാം തുടങ്ങിയ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ മെസ്സി വരുമെന്ന് സ്പോൺസർ ഉറപ്പിച്ചു പറയുന്ന സാഹചര്യമാണ്. അതേ ഘട്ടത്തിൽ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതുമാത്രമല്ല, അർജന്റീനയുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഒരു അപ്ഡേഷനും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതാ കലൂർ സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം ലഭിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നത്. വിവരങ്ങൾ എന്തായാലും ഈ മത്സരം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇവിടെ കഴിഞ്ഞ ദിവസം യോഗം നടന്നിരുന്നു. യോഗം ശേഷം ഇതിൽ നിന്ന് തീരുമാനങ്ങൾ പറഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നൊരു രീതി തന്നെയാണ്. നമുക്ക് കാണാം ഇവിടെ സ്റ്റേഡിയത്തിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ തന്നെയും വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഏതാണ്ട് 2000-ഓളം തൊഴിലാളികൾ ഇതിൽ പണിയെടുക്കുന്നു എന്നതാണ് പറയുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ നിർമ്മാണ സജ്ജീകരണങ്ങൾ ഇത് മുഴുവനായിട്ട് തന്നെ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് നടക്കുകയും ചെയ്യുന്നത്. 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ട്. പൂർണ്ണമായും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇത് സ്റ്റേഡിയം സജ്ജീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇതിൻ്റെ സ്പോൺസർമാർ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രീതിയിലുള്ള ഈ ഒരുക്കങ്ങൾ ക്രമീകരിക്കുക തുടങ്ങിയ രീതിയിലുള്ള അവലോകന യോഗങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പ്രധാനമായും തന്നെ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുപാടുകൾ തന്നെയും കൃത്യമായ രീതിയിൽ തന്നെ അത് ഒരുക്കിയെടുക്കുക എന്നതാണ്. കാരണം ഇത് സ്റ്റേഡിയം ഇവിടെ ഉണ്ടെങ്കിൽ പോലും ചുറ്റുപാടും നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോഴറിയാം അതിൻ്റെ ഒരു നിലവാര തകർച്ച. പൂർണ്ണമായും തന്നെയും ചെളിയും കാര്യങ്ങളും എല്ലാം തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ, വലിയ നിർമ്മാണങ്ങളെല്ലാം തന്നെ ചുറ്റുപാടുകളും നടക്കുന്നുണ്ട്. കൂടുതൽ ജോലിക്കാർ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അത് മെറ്റൽ ചെയ്തുകൊണ്ട് അത് തറ നിരപ്പ് ഉയർത്തിയെടുക്കുക, പാർക്കിംഗ് സൗകര്യം മെച്ചമാക്കുക തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റേഡിയം, അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെയും പൂർണ്ണമായും സജ്ജമാക്കുക എന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിൻ്റെ VIP ഗാലറി തുടങ്ങിയവയെല്ലാം തന്നെ കുറ്റമറ്റതാക്കുവാനുള്ള സംവിധാനങ്ങൾ നടക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക. ഒപ്പം തന്നെ ഇതിൻ്റെ ഫ്ലഡ് ലൈറ്റ്, അതിൻ്റെ വെളിച്ച സംവിധാനങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ക്രമീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ജോലികളും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവും വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് സ്പോൺസർമാരുടെ ഭാഗത്തു നിന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. കാരണം ഇതിൽ മറ്റൊന്നും ഇതിൽ അവിശ്വസിക്കേണ്ടതില്ല. കാര്യങ്ങളിൽ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും മത്സരങ്ങൾ നടത്തുന്നതിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് തുടരുമ്പോൾ സ്റ്റേഡിയം അതിനനുസരിച്ച് സജ്ജമാക്കി എടുക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള അംഗീകാരങ്ങളും കാര്യങ്ങൾക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുക്കങ്ങളുമെല്ലാം തന്നെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നു എന്നതാണ്. ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000-ലധികം തൊഴിലാളികൾ ഇവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമാണ് നടക്കുന്നത്. സ്റ്റേഡിയം GCDയുടെ കയ്യിൽ നിന്ന് ഇതിൽ ഒരു കരാർ സ്വഭാവത്തിലേക്ക് എടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ തന്നെയുള്ള അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ചുറ്റുപാടുകളും എല്ലാം തന്നെ വളരെ വിശാലമായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്ത് സജ്ജീകരിക്കുന്ന രീതിയിലേക്ക്, പാർക്കിംഗ് സംവിധാനം കുറ്റമറ്റതാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. സ്റ്റേഡിയത്തിനകത്ത് 50,000-ഓളം കാണികളെയാണ് പ്രവേശിപ്പിക്കുക. കുറ്റമറ്റ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഇവിടെ ഒരുക്കി സജ്ജമാക്കും. യാതൊരു രീതിയിലുള്ള പഴുതും സുരക്ഷാ സംവിധാനങ്ങളിൽ ഉണ്ടാകില്ല എന്നതെല്ലാം തന്നെ സ്പോൺസർമാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആളുകൾ കൂടുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചില ഇടങ്ങളിലെല്ലാം അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഒരു പാഠമാക്കി എടുത്തുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ സംവിധാനങ്ങൾ സുരക്ഷ ഒരുക്കുക എന്ന രീതിയിലെല്ലാമാണ് ഇത് മുന്നോട്ട് പോവുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിലേക്ക് സ്റ്റേഡിയം ഒരുക്കിയെടുക്കാനായിട്ട് ഉള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിനൊപ്പം ഇത് എത്തിക്കുക, അതിൻ്റെ ഒരു അംഗീകാരം ലഭിക്കുക എന്നതെല്ലാമാണ് അടുത്ത കടമ്പയായിട്ട് വരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഒരു ഭാഗത്ത് തുടരുകയാണ് എന്നതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും
ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ രാവും പകലും എന്ന രീതിയിൽ തന്നെ നടക്കുകയാണ്. സ്റ്റേഡിയത്തിൽ പുലർച്ചെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇതിൻ്റെ ഒരു ടർഫ് അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെയും സീറ്റിംഗ് സംവിധാനം പൂർണ്ണമായും തന്നെ പുതുതാക്കി മാറ്റുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മേൽക്കൂരകളുടെ ഒരു അശാസ്ത്രീയതകൾ പരിഹരിക്കുക, അങ്ങനെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. 70 കോടി രൂപ ഇത് സ്റ്റേഡിയം ഏതാണ്ട് നവീകരിക്കുക, പൂർണ്ണമായി തന്നെ നവീകരിക്കുക എന്ന രീതിയിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ്, ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു അംഗീകാരത്തിന്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാരത്തിന് ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരുക്കിയെടുക്കൽ കാര്യങ്ങളെല്ലാമാണ് നടക്കുന്നത്. നവംബർ 17 എന്ന തീയതി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, പല രീതിയിലുള്ള ചർച്ചകൾ, ഈ അർജന്റീനൻ ടീം വരുമോ എന്നത് സംബന്ധിച്ച് എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പല അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അവരെ ടൂർ കലണ്ടർ മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അറിയിപ്പ് കൃത്യമായും തങ്ങൾക്കുണ്ട് എന്ന രീതിയിൽ തന്നെ സ്പോൺസർമാരും പറയുന്നു. അത് എന്ത് തന്നെയായാലും അതിൽ അക്കാര്യങ്ങളിലൊരു തർക്കവിതർക്കം നടക്കുമ്പോഴെല്ലാം തന്നെ സ്റ്റേഡിയം അതിനിടയിലെല്ലാം തന്നെ സജ്ജമാക്കേണ്ടതുണ്ട്, പൂർണ്ണമായും ഒരുക്കിയെടുക്കേണ്ടതുണ്ട്, സജ്ജമാക്കിയെടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏതായാലും ഒരു ഭാഗത്ത് നടന്നു പോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇനി അത് ഏത് രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് ഇത് പൂർണ്ണമാകുമ്പോൾ നടക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരം, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു മത്സരം ഒരിക്കലും തന്നെ ഉണ്ടാവില്ല എന്നല്ലേ, നടന്നിട്ടില്ല. അപ്പോൾ ആ തലത്തിൽ ഇതിൻ്റെ ഒരു ടർഫ് അടക്കം, ചുറ്റുപാടുകളടക്കം എല്ലാം തന്നെ, കാരണം ഒരു അന്താരാഷ്ട്ര കായിക ഭൂപടത്തിലേക്കടക്കം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇടം നേടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആ മത്സരത്തിൻ്റെ പകിട്ടിനും പ്രതാപത്തിനും ഒപ്പം തന്നെ രീതിയിൽ ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇനി അതിന് അംഗീകാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് മുൻപായിട്ട് അത് പൂർണ്ണമായും ഒരുക്കിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് സ്പോൺസർമാർ പറയുന്നത്. സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണോ ഈ ടിക്കറ്റ് വിൽപ്പന ഇപ്പോഴും ആരംഭിക്കാനാവാതെ സംഘാടകർ കുഴങ്ങുന്നത്? എന്താണ് ഡാനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചവർ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിലുള്ളിൽ തന്നെ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിൽ അടക്കം വരും ദിവസങ്ങളിൽ പ്രഖ്യാപനമുണ്ടാകും. ഇപ്പോൾ വലിയ രീതിയിലുള്ള പുറമെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പറച്ചിലുകൾ കേൾക്കുന്നു. കാരണം ഇതിലെ ടിക്കറ്റ് കോടികൾ വരും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർമാർ പറഞ്ഞത് ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ അതിൽ വിശ്വാസം കാണിക്കേണ്ടതില്ല. കാരണം പല അഭ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇതിന്റെ കൃത്യമായൊരു നിരക്ക്, അത് സാധാരണക്കാർക്കടക്കം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കടക്കം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ടിക്കറ്റ് നിരക്കിൽ ഇതുവരെയും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. വലിയ രീതിയിൽ ഈ കായിക പ്രേമികളടക്കം കാത്തിരിക്കുകയാണ്. കാരണം ഇതിന് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾ തന്നെയാണ് അതിന് കാരണം. ഇതൊരു ഔദ്യോഗിക തലത്തിൽ, ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിലേക്ക്, മത്സരം ഈ ദിവസങ്ങളിൽ നടക്കും, അർജന്റീനൻ ടീം പങ്കെടുക്കുമെന്ന ഒരു വിശ്വാസയോഗ്യമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോഴും തന്നെ അത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് നിരക്ക് കൂടി പ്രഖ്യാപിക്കേണ്ടതുണ്ട്, ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മെസ്സിയെ പോലൊരു അന്തർദേശീയ താരം ഇവിടെ എത്തുമ്പോൾ ആ ടിക്കറ്റ് എത്ര നിമിഷം കൊണ്ട് സ്റ്റേഡിയത്തിലെ ഈ ടിക്കറ്റ് വിൽപ്പന അവസാനിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം അത് ആ രീതിയിൽ തന്നെ ഇത് വിറ്റുപോകും. അപ്പോൾ അത് എന്താണ് അതുകൊണ്ട് ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനൊരു ഉത്തരമായി നൽകിയത് അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് നിരക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത് എങ്ങനെ, ഏത് രീതിയിലാണ് ടിക്കറ്റ് വിൽപ്പന എന്നതെല്ലാം തന്നെ അതിലും കൂടി വ്യക്തത വരേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളിലുള്ള ഏതെങ്കിലും തർക്കങ്ങൾ, ഏതെങ്കിലും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണോ ടിക്കറ്റ് വിൽപ്പന ഇനിയും തുടങ്ങാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ളൊരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ കാണുന്നത് ചുറ്റുപാടുകളുള്ള വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. മത്സരം ഉണ്ടാകും, അല്ലെങ്കിൽ ആ രീതിയിലൊരു അന്തർദേശീയ മത്സരത്തിന് കൊച്ചി ഇടം നേടുമെന്നെല്ലാം തന്നെ നമ്മൾക്ക് വിശ്വാസയോഗ്യമായി സ്ഥാപിക്കാൻ പറ്റുന്നത് ഇവിടെയുള്ളൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നത് മാത്രമാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഈ ചർച്ചകൾ തുടരുന്നു. പല രീതിയിലും ചർച്ചകളും കൂടിക്കാഴ്ചകളും എല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതൊരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിൽ ഒരു പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഇന്നലെ ചീഫ്
സെക്രട്ടറിയുടെ അടക്കമുള്ള ഒരു അവലോകന യോഗമെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതിൽ സർക്കാരിന്റെ ഒരു നിരീക്ഷണം എല്ലാ കാര്യത്തിലും തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നത് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരും. സ്റ്റേഡിയം ആ പ്രഖ്യാപനത്തിന് മുൻപായിട്ട് പൂർണ്ണമായി സജ്ജമാക്കി എടുക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. പക്ഷേ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച്, ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പ്രഖ്യാപനം ബാക്കി നിൽക്കുകയാണ്. ഭവ്യ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ കൊടിയുയരും. നാളെ മുതൽ ഒക്ടോബർ 28 വരെ 12 വേദികളിലായി വിവിധ കായിക മത്സരങ്ങൾ നടക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, വീണ്ടും ഒരു കായിക മേളയ്ക്ക് ഉണരുകയാണ്, അല്ലെങ്കിൽ അരങ്ങൊരുങ്ങുകയാണ്, പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ. വിവരങ്ങൾ. തീർച്ചയായും ഭവ്യ, ഒരു ദിവസം കഴിഞ്ഞാൽ തലസ്ഥാന നഗരി ഇത്തരത്തിലൊരു വലിയൊരു കായിക മാമാങ്കത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇത്തരത്തിലുള്ള അവസാനഘട്ട ഈ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതോടുകൂടി ഈ കായികമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മാത്രമല്ല, അതിനു മുൻപ് ഓരോ ജില്ലയിൽ നിന്നും 300ഓളം വിദ്യാർത്ഥികളെ, കായിക താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു മാർച്ച് പാസ് നടക്കും. അതിൽ ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ദീപശിഖ ഏന്തുന്നത് കേരളത്തിന്റെ അഭിമാന താരമായ IM വിജയനാണ്. ഈ കായികമേളയ്ക്ക് 2 അംബാസിഡർമാരാണ് നിലവിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. അതായത് ഗുഡ്വിൽ അംബാസിഡറായിട്ട് കീർത്തി സുരേഷും, നടിയായിട്ടുള്ള കീർത്തി സുരേഷും, ഒപ്പം തന്നെ സ്പോർട്സ് കായിക താരമായ കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസണുമുണ്ട്. ഒപ്പം വിപുലമായ ഒരുക്കങ്ങൾ, അതായത് ശിക്ഷക് സദൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ, നമ്മളിപ്പോൾ ഉള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇൻഡോർ ഐറ്റംസ്, അതായത് ജോഡോ, കളരിപ്പയറ്റ്, പിന്നെ ഫെൻസിംഗ്, അത്തരത്തിലുള്ള ഇൻഡോർ ഐറ്റങ്ങളുടെ ഒരു ഒരുക്കങ്ങളാണ്, അതിനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മഴ വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇവിടെ ഗ്രൗണ്ടിൽ തന്നെയുള്ള ഒരുക്കിയിട്ടുള്ള രീതിയിലായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഇവിടെ മുഴുവൻ വെള്ളം കയറുകയും അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തപ്പോൾ പ്ലാറ്റ്ഫോം ഉയർത്തി അതിന്റെ മുകളിൽ മത്സരങ്ങൾ നടത്തുക എന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വളരെ വേഗത്തിൽ തന്നെ ഈ പണികൾ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പുത്തരിങ്ങണ്ടം മൈതാനത്തിലാണ് ഇത് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. 2500ഓളം പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നോൺ വെജ് മെനു ആണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ 20,000-ലധികം കായിക താരങ്ങൾ, കേരളത്തിന്റെ ഓരോ ജില്ലകളിൽ നിന്നുള്ള 20,000-ലധികമുള്ള കായിക താരങ്ങൾ ഇവിടെ പങ്കെടുക്കും. ഒപ്പം ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അത് ഇത്തവണത്തെ വലിയൊരു പ്രത്യേകതയാണ്. ഈ ഒരു 7 സ്കൂളുകളിൽ നിന്നും 35ഓളം കുട്ടികൾ ഗൾഫ് മേഖലയിൽ നിന്നും ഈ കായികമേളയ്ക്ക് പങ്കെടുക്കും. ഒപ്പം ഇത്തരത്തിലുള്ള മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ വെന്യൂ അഡ്മിനിസ്ട്രേറ്റർ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്? ഏകദേശം 70% ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം മഴ പെയ്താണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട് വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് മത്സരങ്ങൾക്ക് ആവശ്യമായ മാറ്റ് സജ്ജീകരിച്ച് വൈകുന്നേരത്തോടുകൂടി ഒരു ഫൈനൽ സെറ്റപ്പ് ആവും. മറ്റെല്ലാ ഈ ഒരു മെനുകളെല്ലാം ഏകദേശം മെനുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നടക്കുന്നത് 13 ഗെയിമുകളാണ്. 13 ഗെയിമുകൾക്കുള്ള മാറ്റ് സൗകര്യവും മറ്റെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. മഴ വലിയൊരു പ്രതികൂല കാലം. അതെ, മഴയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കിയത്. നിങ്ങൾ പുറത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വലിയ വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ, ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെളി, അത് ഇന്ന് നമുക്ക് നല്ല വെയിൽ കിട്ടിയാൽ ഇന്നുകൊണ്ട് അത് ക്ലിയർ ആവും. വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. ഓക്കെ, അത്തരത്തിലാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ എല്ലാവിധ ഒരുക്കങ്ങളും പരിപൂർണമായും കഴിയും, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയുമെന്നാണ് വെന്യൂയുടെ അഡ്മിനിസ്ട്രേറ്റർ അടക്കം നമ്മോട് പങ്കുവച്ചത്. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു സ്വർണ്ണക്കപ്പ്, അതായത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് ഇത്തവണ ഈ ഒരു ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ജില്ലയ്ക്ക് നൽകുന്നത്. അത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ഈ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര ഇന്ന് ഇവിടേക്ക് എത്തും, അതായത് പ്രധാന വേദിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു 74 സ്കൂളുകളിൽ ഈ ഒരു താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന വിവിധ ഭാഗങ്ങളിലുള്ള 74 സ്കൂളുകളിലാണ് കുട്ടികൾക്കുള്ള മികച്ച ഈ ഒരു താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 142 ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് വിവിധ ഭാഗങ്ങൾ, ഈ ഒരു താമസ സൗകര്യം നൽകിയിട്ടുള്ള സ്കൂളുകളിൽ നിന്നും വിവിധ വേദികളിലേക്ക്, കായിക ഇനങ്ങൾ നടക്കുന്ന വേദികളിലേക്ക് എത്താനുള്ള ബസ്സുകളായി 142 ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്.
ഒപ്പം തന്നെ ഈ ഒരു 16 സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു മുഴുവൻ ഒരുക്കങ്ങൾ, ഈ ശിക്ഷക് സദൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 16 സബ് കമ്മിറ്റികളാണ് ഇപ്പോൾ ഈ ഒരു ഒരുക്കങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. നിലവിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുന്നോട്ട് പോകുന്നു. കാലാവസ്ഥ മാത്രമാണ് ഒരു പ്രതികൂല ഘടകമായി നിലനിൽക്കുന്നത്. അതുകൂടി ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു വെയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങളടക്കം വളരെ പെട്ടെന്ന് ഈ ഒരു അവസാനിപ്പിക്കാൻ കഴിയും. തൊട്ടടുത്ത ദിവസം തന്നെ തലസ്ഥാന നഗരി ഇത്തരത്തിലുള്ളൊരു കായിക മാമാങ്കത്തിന് ഒരു തുടക്കം കുറിക്കുകയും ചെയ്യും. ഭവ്യ, സംസ്ഥാനത്തിലെ കുട്ടി കായിക താരങ്ങളെ വരവേൽക്കാൻ അനന്തപുരി പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെ നിൽക്കുകയാണോ അന്വേഷണ സംഘം എന്നുള്ളൊരു വലിയ സംശയം സാധാരണക്കാരടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരിലേക്കും എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുന്നില്ലെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മുരാരി ബാബുവിനെയും സുനിലിനെയും അടക്കം ചോദ്യം ചെയ്തേക്കും ഉടൻ എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എപ്പോഴത്തേക്ക് ഉണ്ടാകും വിവരങ്ങൾ? ഭവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് തന്നെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗത്തിൽ മുരാരി ബാബുവിനെയും അതോടൊപ്പം സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തുകയും ചെയ്തത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്തതെന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് നിലവിൽ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായിരുന്ന മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിന് പൂർത്തിയായതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ ബംഗളൂരുവിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി എത്തിക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 2021 ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ പ്രതിസന്ധിയിൽ. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും നടപ്പാക്കാൻ കഴിയില്ലെന്നുമാണ് CPIയുടെ നിലപാട്. CPI വിദ്യാർത്ഥി സംഘടനയായ AISF സർക്കാരിനെതിരെ രംഗത്ത് വന്നു. CPIയുടെ അനുമതിയില്ലാതെ പദ്ധതിയുമായി എങ്ങനെ മുന്നോട്ടു പോകാനാകും എന്നതാണ് സർക്കാരിനെ കുഴക്കുന്നത്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ PM ശ്രീ പദ്ധതി ഇടതുമുന്നണിയിൽ ഒരു തുറന്ന പോരിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും RSS അജണ്ട, RSS നയങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് CPI പറയുമ്പോൾ കാര്യങ്ങൾ പോകുന്നത് മുന്നണിയിൽ തന്നെ ഒരു തുറന്ന പോരിലേക്കാണ്. വിവരങ്ങൾ? ഭവ്യ, നേരത്തെ തന്നെ PMCയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ CPM-ഉം സർക്കാരും PMC നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് CPM-ന്റെ മനം മാറി. നടപ്പാക്കിയില്ലെങ്കിൽ 1400 പരം കോടി രൂപ നഷ്ടപ്പെടും. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട 1400 കോടി പരം രൂപ നഷ്ടമാകും. അത് വേണോ എന്ന ചോദ്യമാണ് CPM-നും വിദ്യാഭ്യാസ വകുപ്പിനും മുന്നിൽ വന്നത്. അങ്ങനെ പദ്ധതി സ്വീകരിക്കാൻ PMC നടപ്പാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതിയും അതിനുണ്ട്. ഒരു മന്ത്രിസഭാ യോഗത്തിൽ തന്നെ CPI മന്ത്രിമാർ ഇതിനുള്ള എതിർപ്പ് അറിയിക്കുകയും അന്ന് നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെക്കുകയുമായിരുന്നു. ഇപ്പോൾ വീണ്ടും CPM അതുമായി മുന്നോട്ട് പോവുകയാണ്. CPIയുടെ എതിർപ്പ് മറികടന്നും മുന്നോട്ട് പോയി കഴിയുള്ളൂ നിലപാടാണ് ഇപ്പോൾ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. CPI നേതൃത്വം പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരു കാരണവശാലും ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി K രാജനും ഒക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാടും മാറ്റമില്ല. ഏതായാലും അത് സർക്കാരിലും ഇടതുമുന്നിലും വലിയൊരു പ്രതിസന്ധിയായി, തെരഞ്ഞെടുപ്പ് ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. എങ്ങനെ ഈ വിഷയം പരിഹരിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര PMC നടപ്പാക്കിയില്ലെങ്കിൽ 1400 കോടി രൂപ നഷ്ടമാകും. വിദ്യാഭ്യാസ രംഗത്ത് തുക നഷ്ടമാകും. നടപ്പാക്കിയാൽ CPIയുടെ വലിയ എതിർപ്പുമുണ്ട്. ഇതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുള്ളത്. CPIയുടെ വിദ്യാർത്ഥി സംഘടന AISF അടക്കമുള്ളവ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. BJPയും ABVPയും ഒക്കെ വൈകി ഉദിച്ച വിവേകമെന്നാണ് സർക്കാരിന്റെ ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത്. ഇനിയെങ്കിലും അതിൽ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് ABVPയുടെ ആവശ്യം. കോൺഗ്രസും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും സർക്കാർ ഒരു പ്രതിസന്ധിയുണ്ട്. CPIയെ തള്ളി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉള്ളത്. അരുൺ, PM ശ്രീക്ക് വഴങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സർക്കാർ നയവും മാറുമോ?
PMC പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന നേരത്തെ പല പദ്ധതികളും കൃഷി വകുപ്പിന്റെയും അതുപോലെ തന്നെ CPM ഭരിക്കുന്ന മറ്റു വകുപ്പുകളിലും ഒക്കെ ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികൾ പലതും നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലും നടപ്പാക്കാൻ കഴിയൂ എന്ന ചോദ്യമാണ് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നയമാറ്റത്തിന് അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കണമെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചേ മതിയാകും. അവിടെ RSS അജണ്ട അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് സംസ്ഥാനത്ത് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നടപ്പാക്കാതിരുന്നാൽ പോരെ. പക്ഷേ അതിന്റെ പേരിൽ ഫണ്ട് നഷ്ടപ്പെടുത്തണോ എന്ന ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. ഈ ഫണ്ട് സ്വീകരിച്ചാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും വഴങ്ങേണ്ടി വരുമെന്നൊരു നിലപാടാണ് CPI ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിലെ പ്രതി എത്തിയത് മോഷണത്തിന്. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുൻപ് ഇയാൾ തൊട്ടടുത്ത 2 വീടുകളിൽ കയറിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. ആക്രമണത്തിനിരയായ യുവതി തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക. ഞാൻ പറഞ്ഞ അത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു സൂചന മാത്രമാണ്. അത് നമ്മൾ ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന സൂചന നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. റെക്കോർഡിക്കലി നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഇല്ല. നിലവിൽ നമ്മുടെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് വന്നിട്ടില്ല. ഇനി നമുക്ക് കൂടുതലായിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രതിയെ പിന്തുടരുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതിയിലേക്ക് എത്തിയത് തൊട്ട് നമ്മൾ പ്രതിയുടെ മൂവ്മെന്റ്, പ്രതി ഒരു ലോറി ഡ്രൈവറാണ് ഞാൻ പറഞ്ഞു. പ്രതിയെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രതിയിലേക്ക് ഒരുപക്ഷെ പ്രതി വിചാരിച്ചിട്ടുണ്ടാവില്ല പ്രതിയിലേക്ക് എത്തും എന്നുള്ളത്. കാരണം തീർത്തും അൺനോൺ ആയിട്ടുള്ള ഒരു അക്യൂസ്ഡ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞു. അത് നമുക്ക് കൂടുതലായിട്ട് അന്വേഷിച്ചാൽ മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇയാളുടെ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ, ഇവിടെ ഈ പരിസരങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റൂ. നിലവിൽ അയാൾ ക്രൈം നടത്തിയിട്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പോവാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷെ അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ പോലീസ് പിന്നാലെ ഉണ്ടാവുന്നുള്ളത്. പക്ഷെ നമ്മൾ അയാളിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പ്രതിയുമായി ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ നമ്മൾ ഈ സമയത്ത് വെളിപ്പെടുത്തുന്നത് നമ്മുടെ അന്വേഷണത്തെ തീർച്ചയായിട്ടും ബാധിക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഹോസ്റ്റലിലും ഒറ്റയ്ക്കുമൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ചോദ്യമുയർത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ഈ സംഭവത്തിൽ വളരെ വേഗം മണിക്കൂറുകൾ കൊണ്ട് പ്രതിയിലേക്ക് എത്താൻ സാധിച്ച കേരള പോലീസിനെ അഭിനന്ദിച്ചേ മതിയാകുകയുള്ളൂ. എന്തായാലും പ്രതിക്ക് മോഷണമായിരുന്നു ലക്ഷ്യം എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. പ്രതിയെ ഇന്ന് പെൺകുട്ടിയുടെ അടുത്തെത്തിച്ച് തിരിച്ചറിയൽ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഭവ്യ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ കേരള പോലീസ് ഈ ഒരു തിരുവനന്തപുരത്ത് ഞെട്ടിച്ച ഒരു സംഭവത്തിൽ പ്രതിയിലേക്ക് എത്തിയത്. കാരണം യാതൊരുവിധ സൂചനകളും ഉണ്ടായിരുന്നില്ല. കാരണം യുവതി ഇയാളെ പരിചയമില്ല, കണ്ടുപരിചയമില്ല, ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് മൊഴി നൽകിയിരുന്നത്. മാത്രമല്ല ഈ ഒരു ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV ഇല്ല. അതെല്ലാം പോലീസിനെ കുഴക്കിയിരുന്നു. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രതിയിലേക്ക് എത്തി. അതും തമിഴ്നാട്ടിലെ മധുരയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഈ പ്രതി. അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നു. ഇപ്പോൾ നമ്മളോട് പോലീസ് സംസാരിച്ചതുപോലെ തന്നെ പ്രതിയിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പോലും കരുതിയിരുന്നില്ല. ആ സമയത്താണ് പോലീസ് അവിടെ എത്തുന്നു. സാഹസികമായാണ് ഇയാളെ പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇയാളെ ഇന്നലെ രാത്രിയോടുകൂടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ഇനി ഈ ഒരു യുവതിയുടെ അടുത്ത് എത്തിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിയൽ നടപടികൾ നടത്തണം. ഒപ്പം വൈദ്യപരിശോധനയും ഫോറൻസിക് പരിശോധനയും എല്ലാം പൂർത്തീകരിക്കേണ്ടത്. അത്തരം ഈ ഒരു നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു പ്രതിയുടെ വിവരങ്ങളും മറ്റും പുറത്തേക്ക് വരിക. ഈ ഒരു ചെറിയ കാലയളവിൽ പോലീസിനെ ഇത്തരത്തിലുള്ള പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത് പ്രത്യേക ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. കാരണം കഴക്കൂട്ടം മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു IT ഹബ്ബാണ്. അവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അത് പല മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. മാത്രമല്ല ഇന്ത്യയിലെ ഉടനീളമുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള പല ആൾക്കാരും ഇവിടെ യുവതികളടക്കം ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ ടെക്നോ പാർക്കിലടക്കം ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മേഖലയടക്കമുള്ള ഒരു ഭീഷണി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റലുകളിൽ, അതായത് ഇത്തരത്തിലുള്ള PG-കളിലും സ്ത്രീകളടക്കം താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ കൃത്യമായി CCTV നിരീക്ഷണം നടത്തണം. അതായത് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. മാത്രമല്ല സെക്യൂരിറ്റിമാരെ നിയമിക്കണം എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു പിങ്ക് പോലീസ് പെട്രോളിംഗ്, അതായത് പിങ്ക് പോലീസിന്റെ ഒരു നൈറ്റ് പെട്രോളിംഗ് അടക്കം രാത്രി നടത്തണമെന്നൊരു നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം അത് കഴക്കൂട്ടം മേഖലയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിന് മുൻപടക്കം ഇത്തരത്തിലുള്ള കൃത്യമായ പിങ്ക് പോലീസ് പെട്രോളിംഗ് അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് നിന്നു പോവുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കഴക്കൂട്ടം മേഖലയിൽ മുൻപ് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള ഒരു
പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു വലിയൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഇതൊരു മോഷണ ശ്രമത്തിനിടയിൽ സംഭവമാണെങ്കിൽ പോലും ഈ ഒരു ഹോസ്റ്റൽ താമസിക്കുന്ന യുവതികൾക്കിടയിൽ നേരെ ഉണ്ടായിട്ടുള്ള ഒരു അക്രമം അത് വലിയൊരു ആശങ്ക ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഭവ്യ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കടയ്ക്കലിൽ 58-കാരൻ തലയ്ക്കടിയേറ്റ് മരിച്ചു. ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത്. മദ്യപാനത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പലക കൊണ്ട് ഇയാളുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി രാജു ഒളിവിലാണ്. സൗണ്ടൊന്നും കേട്ടില്ല, ബഹളമൊന്നും കേട്ടില്ല, ഒന്നും കേട്ടില്ല. ഈ കൊച്ചുങ്ങൾ ഇവിടെ ഈ പടക്കമൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു ഈ അങ്ങനെ. അതുകൊണ്ട് ഞാനില്ല പട്ടിയെ പിടിച്ചോണ്ട് ഞാൻ അതിനകത്തിരിക്കുമായിരുന്നു. പട്ടി ഭയങ്കര വേണം എല്ലാം ഇവര് പിന്നെ കാണുന്നത് ഇങ്ങനെ കിടക്കുന്നതാണ്. അങ്ങനെ പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസിനെ അപ്പോഴും വന്നു. ഇതും വന്നു, ആംബുലൻസിലാണ് പോയത്. ഇവരെങ്ങനെ മദ്യപിച്ച് നമ്മളുടെ തർക്കമാണോ? ഇതൊന്നും അറിയാൻ വയ്യ, തർക്കം എന്താണെന്ന് അറിയാൻ വയ്യ. ഇവര് ഞാൻ സ്ഥിരം മദ്യപിക്കുന്നവരാണ്, ഒരുമിച്ച് മദ്യപിക്കുന്നവരാണ്. അപ്പോഴത്തേക്ക് 3 പേര് ആദ്യം പോകും, പുറകെ പുള്ളി വരുന്നു. പിന്നെ ഇവിടെ താഴെ നടന്ന് ബഹളം ഞാൻ വീട്ടിൽ നിന്ന് കേട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കസേരയിൽ നിന്ന് ഉറങ്ങി. അപ്പൊ ഇവിടെ നിന്നൊരു പയ്യൻ വന്ന് എന്നെ വിളിക്കുന്നു. അങ്ങോട്ട് വന്നാണ് എന്താണ് നോക്കട്ടെ. വന്നപ്പോൾ ഇവിടെ ഞാൻ അയാൾ കിടക്കുകയാണ്, ബ്ലഡ് നല്ല രീതിയിൽ ഒഴിക്കുന്നു. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു, ആംബുലൻസ് വിളിച്ചു. അവരപ്പോഴും വന്നു, നേരത്തെ ആശുപത്രി കൊണ്ടുപോയി. പറഞ്ഞു വലിയ കുഴപ്പമില്ല. അവിടെ ആശുപത്രി സംസാരിച്ചു. എന്നിട്ട് നേരെ പിന്നെ ഹെഡ് ഇഞ്ചറിയാണ്, CT എടുക്കണം എന്ന് പറഞ്ഞ് നേരെ വടിയോടെ ഇവിടെ. ഇപ്പൊ ഇത് പിന്നെ തലയ്ക്ക് അടിച്ച അങ്ങനെയാണെന്ന് ആൾക്കാർ പറഞ്ഞു. അതോ അടി കൂടിയത് പറയുന്നു. അടിച്ച ആളാരാണ്? അടിച്ചാണ് ഇവിടെ പരിസരത്ത് സുഹൃത്തുക്കൾ തന്നെയാണ്. എസ് വിനീഷ് വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? പ്രതിയെ പിടിച്ചോ പോലീസ്? ഭവ്യ, കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കൊല്ലം കടക്കലിലാണ്, കടക്കൽ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്, കൊലപാതകം ഉണ്ടായത്. ഇത് ഈ പറയുന്ന ശശിയും രാജുവും ഇരുവരും സുഹൃത്തുക്കളാണ്. ഇരുവരും തമ്മിൽ മദ്യപിച്ചു. മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം വലിയൊരു കയ്യാങ്കളിയിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ രാജു ശശിയെ ആക്രമിക്കുന്നത്. സമീപത്ത് ഇടുന്നൊരു കമ്പ് എടുത്ത്, ഒരു പലകാകഷ്ണം എന്നാണ് പറയുന്നത്, അതെടുത്ത് ഈ ശശിയുടെ തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു. തുടർന്ന് രാജു അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടന്ന ഈ ശശിയെ പോലീസ് ഇടപെട്ടാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്നത്. അങ്ങനെ എന്തായാലും ഈ ശശിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഈ ഒളിവിൽ കഴിയുന്ന രാജുവിനായിട്ടുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കടക്കൽ പോലീസ് കേസെടുത്ത അന്വേഷണം നടത്തി വരുന്നു. ഭവ്യ, ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തമ്പാനൂരിൽ തോക്ക് ചൂണ്ടി ടാറ്റു ആർട്ടിസ്റ്റിന്റെ ഭീഷണി. സംഭവത്തിൽ വള്ളക്കടവ് സ്വദേശിയായ റോബിൻ ജോൺസൺ പിടിയിലായി. ഇയാളുടെ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് തർക്കത്തെ തുടർന്നാണ് റോബിൻ തിരയുള്ള തോക്ക് ചൂണ്ടിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, ഈ തോക്ക് ചൂണ്ടിയുള്ള ഭീഷണിയാണ്. ആരാണ് ഈ ടാറ്റു ആർട്ടിസ്റ്റ്? വള്ളക്കടവ് സ്വദേശിയായ റോബിൻ ജോൺസൺ എന്ന ടാറ്റു ആർട്ടിസ്റ്റിനെയാണ് തമ്പാനൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ റോബിൻ സഞ്ചരിച്ചിരുന്ന കാറ് ബൈക്കിലും ഓട്ടോയിലും പിടിച്ചതിനെ തുടർന്ന് ഈ വാഹനത്തിന്റെ ഉടമകളുമായി തർക്കമുണ്ടായി നാട്ടർ റോഡിൽ വെച്ച്. ആ തർക്കത്തിനൊടുവിൽ അരിസ്റ്റൽ ജംഗ്ഷനിൽ വെച്ചാണ് ഈ വാക്കുതർക്കം ഒടുവിൽ ഈ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയത്. തുടർന്ന് നാട്ടുകാരും അതോടൊപ്പം മറ്റ് വാഹന യാത്രക്കാരും ഇയാളെ തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി റോബിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. തോക്കിന്റെ ലൈസൻസ്, പിസ്റ്റലിന്റെ ലൈസൻസ് റോബിന് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് സമരം നടത്തുന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലം മാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ജൂനിയർ ഡോക്ടർമാരുടെയും PG ഡോക്ടർമാരുടെയും സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരിക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 28 മുതൽ റിലേ സമരം നടത്തുമെന്നും KGMCTA അറിയിച്ചു. ഒരിടവേള.
ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും വെടിയൊച്ച നിലയ്ക്കുന്നില്ല. റഫായിൽ 2 ഇസ്രായേലി സൈനികരും പിന്നാലെ ഇസ്രായേലികളുടെ തിരിച്ചടിയിൽ 26 പലസ്തീനികളും ഇന്നലെ കൊല്ലപ്പെട്ടു. സൈനികരെ ആക്രമിച്ചതിന് പിന്നിൽ ഹമാസ് ആണെന്നാണ് IDF ആരോപണം. എന്നാൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഹമാസും വ്യക്തമാക്കി. ഹമാസ് ബന്ദിയാക്കിയവരുടെ മൃതദേഹ കൈമാറ്റം പൂർത്തിയാക്കാനാവാതെ സമാധാന കരാറിൽ ഇനി ചർച്ചയ്ക്കില്ലെന്ന് നെതന്യാഹുവും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഈ സമാധാനം അത് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണോ? ഭവ്യ, ഇപ്പോൾ ഇസ്രായേലും ഗാസയിലും തമ്മിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ട്. അതിൽ ഗാസയിൽ 26ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഈ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേലിൻ്റെ സൈനിക ടാങ്കിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും അതിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനു പിന്നാലെയാണ് വെടിനിർത്തൽ മരവിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയും എയർ റെയ്ഡ് അടക്കമുണ്ടായി 26ഓളം പേർ അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനുശേഷം ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് തന്നെ വെടിനിർത്തൽ വീണ്ടും നിലവിലുണ്ടെന്നുള്ള തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. അതായത് വെടിനിർത്തലിന് ഒന്നും സംഭവിച്ചിട്ടില്ല, എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണത്തിന് മറുപടി കൊടുത്തതാണ് എന്നുള്ള തരത്തിലാണ് ഇസ്രായേലിൻ്റെ മറുപടി വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളുടെ മൃതദേഹങ്ങൾ, അതിൽ 28ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസിൻ്റെ കയ്യിലുണ്ട്. അതിൽ 12ഓളം മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ 16 പേരുടെ മൃതദേഹം ഇപ്പോഴും അവരുടെ കയ്യിലാണ്, ഹമാസിൻ്റെ കയ്യിലുണ്ട്. അത് ഹമാസ് ഇസ്രായേലിന് നൽകുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അല്ലെങ്കിൽ ആ കൈമാറ്റം, മൃതദേഹ കൈമാറ്റം ഹമാസ് വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആരോപണം എന്ന് പറയുന്നത്. ഈ ഒരു കൈമാറ്റം നടക്കാതെ, മൃതദേഹം മുഴുവനായി കൈമാറാതെ ഇനി ഒരു ചർച്ചയ്ക്ക്, ഗാസയുടെ സമാധാന കരാറിൻ്റെ വ്യവസ്ഥകളെ പറ്റിയുള്ള ചർച്ചയ്ക്ക് ഇസ്രായേൽ ഇല്ല എന്നുള്ള നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു നിൽക്കുന്നത്. എന്നാൽ അതിന് മറുപടി ഹമാസ് നൽകുന്നത് ഇത്തരത്തിൽ ഒരു ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിന് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള മടിയുമില്ല. എന്നാൽ ഗാസയുടെ സാഹചര്യം ഇതാണ്. വലിയ രീതിയിലുള്ള ആക്രമണം കഴിഞ്ഞ് അവിടെ ഈ മൃതദേഹങ്ങൾ എടുക്കുന്നതിനുള്ള സാങ്കേതിക ഉപകരണങ്ങളൊന്നും അവരുടെ പക്കലില്ല. അതുപോലെ ഈ പുറത്തെടുത്ത മൃതദേഹങ്ങൾ കൃത്യമായി അതിർത്തിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളും അവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ബന്ദി കൈമാറ്റം നീളുന്നത് എന്നതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യം മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ, അതായത് ഇസ്രായേലിൻ്റെ 2 സൈനികർ കൊല്ലപ്പെട്ട ഒരു ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് കൂടി ഹമാസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത് ഹമാസിനപ്പുറം മറ്റേതോ ഒരു സായുധ സംഘം ഇസ്രായേലിൽ ഗാസയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള സൂചനയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഗാസയുടെ സമാധാന കരാറിനെ ചൊല്ലിയുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ബന്ദി കൈമാറ്റമാണ്. അത് ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിൽ 2ാം ഘട്ടം എന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. ഈ നിരായുധീകരണം എത്രയും വേഗം നടപ്പാക്കണം എന്നുള്ളതാണ് ദിവസങ്ങളായി ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. എന്നാൽ 7000ഓളം സൈനികരെ ഹമാസ് തിരിച്ചു വിളിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയിടത്തേക്ക് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഹമാസ് തുടരുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ, ആ റിപ്പോർട്ടുകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഗാസയുടെ സമാധാന കരാറിൽ വിള്ളൽ വരും. അത് പിന്നീട് വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ JD വാൻസ്, US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത് ഇത്തരത്തിൽ ഹമാസിന്റെ നിരായുധീകരണം ഉറപ്പുവരുത്തേണ്ടത് അറബ് രാജ്യങ്ങളാണ്. ഗാസയിൽ അറബ് രാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങൾ, അല്ലെങ്കിൽ സൈനികർ അവിടെ എത്തി ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് ഗാസയുടെ ലോ ആൻഡ് ഓർഡർ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഹമാസിന്റെ നിരായുധീകരണം കൃത്യമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഈ സംഘമാണെന്നുള്ള ഒരു നിർദ്ദേശം കൂടി JD വാൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ ഇസ്രായേലിൽ ചെല്ലുന്നുണ്ട്. JD വാൻസ് കൂടി ഇസ്രായേലിൽ എത്തുമെന്നുള്ളതാണ് വിവരങ്ങൾ. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ളത്. എന്തായാലും ഗാസയിലേക്ക് വരുന്ന ട്രക്കുകൾ, സഹായവുമായി എത്തുന്ന ട്രക്കുകളെ തടയില്ല എന്നുള്ളത് കൂടി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. കാരണം ഇന്നലെ 2 സൈനികർ കൊല്ലപ്പെട്ടതിന് പകരം 26 പേരെ തങ്ങൾ വകവരുത്തി എന്നുള്ളതാണ് ഇസ്രായേലിന്റെ കണക്കുകൾ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇനിയൊരു ആക്രമണം ഉണ്ടായില്ലെങ്കിൽ വെടിനിർത്തൽ തുടർന്നു പോകുമെന്നുള്ളതാണ് ഇസ്രായേലിന്റെ പക്ഷം. എന്തായാലും നിലവിൽ ഗാസ ശാന്തമാണ്. എന്നാൽ കൂടുതൽ വരും മണിക്കൂറുകളിൽ ഈ ഹമാസിനപ്പുറം മറ്റ് സായുധ സംഘങ്ങൾ, ഇപ്പോൾ ഹമാസ് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം 2 സൈനികരെ കൊല്ലപ്പെട്ട ആക്രമണം തങ്ങളല്ല നടത്തിയതെന്നുണ്ടെങ്കിൽ പിന്നെ അതാര് എന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. അത്തരത്തിൽ മറ്റേതെങ്കിലും സംഘങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, അവർ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ തുനിയുകയാണെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്.
ഭവ്യ. അഭിലാഷ് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകിയ അഫ്ഗാൻ ആഭ്യന്തര ഉപമന്ത്രി. അഫ്ഗാൻ സൈന്യവും ഗോത്രങ്ങളും പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ അതിർത്തി വരെ പിന്തുടരാൻ മടിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന ദോഹയിൽ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അഭിലാഷ് തന്നെ തുടരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, ഇത്തരത്തിൽ പാകിസ്ഥാൻ ഒരു കർശന മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ എന്തായിരിക്കാം അഫ്ഗാൻ ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ ഒരു വെടിനിർത്തൽ ഈ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് പോലെ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട്? ഭവ്യ, ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘർഷം തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. ആ ഒരാഴ്ചയിലേറെ നീണ്ടു നിന്ന ആക്രമണത്തിൽ രണ്ട് വശത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് അമേരിക്കയും ഖത്തറും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരാണ് ഈ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള വെടിനിർത്തൽ ലംഘനം ഉണ്ടാകുന്നത് വരെ ഇനി ഒരു ആക്രമണത്തിലേക്ക് തങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കരാർ എന്ന് പറയുന്നത്. ഡ്യൂറൻ ലൈൻ ഇനി വരുന്ന മണിക്കൂറുകളിൽ ശാന്തമാകും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇത്തരത്തിൽ ഭവ്യ പറഞ്ഞതുപോലെ ഒരു അഫ്ഗാന്റെ ഉപമന്ത്രിയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യയുടെ അതിർത്തി വരെ ഓടിച്ചിട്ട് വെടിവെക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കുമെന്നുള്ള തരത്തിലൊക്കെ വെല്ലുവിളികൾ നടത്തിയിരിക്കുന്നത്. ഇത് ഒരു കേവലം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് സ്വന്തം രാജ്യത്തെ ഒന്ന് പുകഴ്ത്തി പറയാൻ വേണ്ടി മറ്റു രാജ്യത്തെ ഇകഴ്ത്തുന്നതിന് വേണ്ടി പറയുന്ന ചില വെല്ലുവിളികൾ മാത്രം കണ്ടാൽ മതി. പ്രകോപനപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ എന്ന് മാത്രം കണ്ടാൽ മതി. അതിനപ്പുറം ഇത്തരം പരാമർശങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇരു രാജ്യങ്ങളിലെയും പ്രധാന നേതാക്കൾ ഇത്തരത്തിൽ വെടിനിർത്തലിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വെടിനിർത്തൽ രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചു. കൃത്യമായ രീതികളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുള്ളത് പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള അസിം മുനീർ അടക്കം അഫ്ഗാന്റെ താലിബാൻ നേതാക്കളടക്കം ശരിവച്ചിരിക്കുന്നു. അവർ ട്വിറ്ററിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. മാത്രമല്ല ഈ വരുന്ന 25-ാം തീയതി തുർക്കിയിലെ ഇസ്താംബുളിൽ ഈ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കും. അതായത് കൃത്യമായ രീതിയിൽ രണ്ട് രാജ്യങ്ങളും നിലവിലുള്ള ഒരു ആക്രമണം ഇതുവരെ തുടർന്നിരുന്ന ആക്രമണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു ആക്രമണത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം ഏറ്റെടുത്തത് മുതൽ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള നല്ല ബന്ധമായിരുന്നെങ്കിലും പിന്നീട് പതിയെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന കാബൂൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടന പാകിസ്ഥാന്റെ പല മേഖലകളിലും ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തി. ഖൈബർ പഖ്തൂൺഖ്വയിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന് തിരിച്ചടിക്കാനാണ് പാകിസ്ഥാൻ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുടെ കാബൂളിലെ തലസ്ഥാനത്ത് അവരുടെ നേതാവായിട്ടുള്ള നൂർവാലി മസൂദിനെ വധിക്കാനായിട്ടൊരു തീരുമാനമെടുക്കുന്നതും അവിടേക്ക് ഒരു ആക്രമണം നടത്തുന്നതും. അതിന് തൊട്ടു പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻ ലൈനിലെ 6 പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുകയും നിരവധി പാകിസ്ഥാൻ സൈനികരെ കൊല്ലുകയും ചെയ്തത്. അതാണ് പിന്നീട് ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ആ സംഘർഷമാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഖത്തറും തുർക്കിയും അമേരിക്കയുമാണ് ഏറ്റവും പ്രധാനമായി ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്കയുമായിട്ടുള്ളൊരു ബന്ധം നല്ല രീതിയിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക പറയുന്നത് കേൾക്കാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഒരു സീസ് ഫയറിലേക്ക് ഈ ഒരു സംഘർഷം എത്തിയിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ 25-ാം തീയതിയുള്ള ഇവരുടെ വെടിനിർത്തൽ ചർച്ചകൾ ഇസ്താംബുളിൽ നടക്കുമ്പോൾ ഈ ഒരു എന്തൊക്കെയാണ് ഇനി ബോർഡർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി അടച്ചിരിക്കുകയാണ്. അത് തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വെടിനിർത്തലിൽ എന്തൊക്കെയാണ് ഇവരുടെ നിബന്ധനകൾ എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകൾ നടക്കും. എന്തായാലും നിലവിൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി ഇപ്പോൾ സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ശാന്തമാണ്. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങില്ലെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ആഴ്ച 3ാമത്തെ തവണയാണ് ട്രംപ് ഇതേ കാര്യം ആവർത്തിക്കുന്നത്. ഇന്ത്യ ഈ വിവരം നിഷേധിച്ചല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെയാണെങ്കിൽ അവർ ഉയർന്ന തീരുവ തുടർന്നും നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, ഈ ട്രംപിനെ കൊണ്ടുള്ള തലവേദന അത് കുറയുന്നില്ല അല്ലേ? എന്തായാലും ഇന്ത്യക്കുള്ളൊരു ഭീഷണിയാണോ വീണ്ടും ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിനും വിധേയപ്പെടില്ല, ഒരു ഭീഷണിക്കും വഴങ്ങില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യക്കുണ്ട്.
അതെ, ഇന്ത്യ ആവർത്തിച്ച് ഈ ഒരു കാര്യം, അതായത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങി അല്ല ഒരു രാജ്യത്ത് നിന്നും എണ്ണ വാങ്ങുന്നത്, അല്ലെങ്കിൽ ലോകത്ത് ഒരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ഇന്ത്യ അവരുടെ മാർക്കറ്റിംഗ് പവർ ഉപയോഗിക്കുന്നതെന്ന് ഇന്ത്യ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ US പ്രസിഡന്റ് ഈ ആഴ്ച ഇത് 3ാമത്തെ തവണ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് ഉള്ള കാര്യം. ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ആദ്യം ഒരു തവണ ഈ കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വീണ്ടും ഇക്കാര്യം ആവർത്തിച്ചു. അതിനുശേഷം ഇന്നാണ് വീണ്ടും മാധ്യമങ്ങളോട് ഇക്കാര്യം അദ്ദേഹം പറയുകയുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യൻ അധികൃതർ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് എന്നാൽ അവർ ഇനിയും കൂടുതൽ തീരുവ അമേരിക്കയ്ക്ക് തുടർന്നും നൽകേണ്ടി വരും എന്നാണ് ട്രംപ് പറഞ്ഞത്. മോദി താനുമായിട്ട് ടെലിഫോണിൽ നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ തങ്ങൾ തമ്മിലുള്ള ഈ സംഭാഷണത്തിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയതെന്ന് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു കാര്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച തന്നെ നിഷേധിച്ച വിവരമാണ്. ഇന്ത്യ അവരുടെ ഈ പർച്ചേസിംഗ് പവർ ഉപയോഗിക്കുന്നത് ഉപഭോക്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ്, അല്ലാതെ മറ്റൊരു ലോകരാജ്യത്തിൻ്റെയും താല്പര്യത്തിനനുസരിച്ചല്ല എന്ന് ഇന്ത്യ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ച് വീണ്ടും വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത് ഈ ഒരു വിവരത്തിൽ ഇതുവരെ ഇന്ത്യൻ അധികൃതർ പ്രതികരിച്ചതായിട്ട് നമുക്ക് അറിയില്ല. ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ടതുണ്ട്. ഭവ്യ. അജയ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിൽ നോക്കാം. പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് അമൂല്യമായ ആഭരണങ്ങൾ കവർന്നവർക്കായി തിരച്ചിൽ തുടരുന്നു. വെറും 7 മിനിറ്റ് കൊണ്ടാണ് മോഷ്ടാക്കൾ കൃത്യം നടത്തി രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. 9 വസ്തുക്കൾ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ച സംഘം 8 എണ്ണം കൈക്കലാക്കി. സംഘത്തിലെ 4 പേരും ബൈക്കുകളിലാണ് രക്ഷപ്പെട്ടതെന്നും സുരക്ഷാ സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട്. അജയ്, ഈ ലൂവ്ര മ്യൂസിയം അത് മോഷ്ടാക്കളുടെ ഒരു പ്രിയപ്പെട്ട ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ 1911 ഈ മൊണാലിസയുടെയൊക്കെ ചിത്രം മോഷ്ടിച്ചതും ഇതേ മ്യൂസിയത്തിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുന്നു. ഇത്ര വലിയൊരു സുരക്ഷകൾക്കിടയിൽ കൂടി എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ഈ മോഷ്ടാക്കൾക്ക്? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള മ്യൂസിയം മാത്രമല്ല, ഒരു വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയം എന്നുള്ള രീതിയിൽ കൂടി ഖ്യാതി കേട്ട ഒന്നാണ് ഈ ലൂവർ മ്യൂസിയം എന്ന് പറയുന്നത്. ഈ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിൽ അത് ഒരു വർഷം ഏതാണ്ട് 40 മില്യണോളം ആളുകൾ വരെ എത്താറുണ്ട് എന്നാണ് കണക്കാക്കുന്നത്, ഏകദേശ കണക്ക് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ആ മ്യൂസിയം തന്നെ വീണ്ടും വാർത്തകളിൽ നിറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും വെറും 7 മിനിറ്റ് കൊണ്ടാണ് മോഷ്ടാക്കൾ ഈ കൃത്യം നിർവഹിച്ചത്. രാവിലെ 9:30 ഈ മ്യൂസിയം സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്ന വേളയിൽ അവിടെ എത്തിയ മോഷ്ടാക്കൾ ഒരു ട്രക്കിൽ അവിടെ എത്തി ആ ട്രക്ക് വഴി ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ജനൽ പൊളിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. അകത്തേക്ക് കയറിയതിന് ശേഷം വെറും 4 മിനിറ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് ബൈക്കുകളിൽ രക്ഷപ്പെടുകയായിരുന്നു. 4 മോഷ്ടാക്കൾ ഉണ്ടെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇവർ 4 പേരും മുഖംമൂടി അണിഞ്ഞിരുന്നു. അതുകൊണ്ട് CCTV ക്യാമറകളിൽ നിന്ന് ഇവരുടെ ഐഡന്റിറ്റി വ്യക്തമായിട്ടില്ല. എന്നാൽ ഇവർ ധരിച്ചിരുന്ന ഒരു റിഫ്ലക്ടർ രീതിയിലുള്ള ഒരു മഞ്ഞ വസ്ത്രം അതിലൊന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അതുപോലെ തന്നെ മോഷ്ടാക്കൾ അവർ അവിടെ എത്തിയ ക്രെയിനിന് തീവയ്ക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ മൊത്തം 9 സാധനങ്ങൾ മോഷ്ടിക്കാനാണ് അവിടെ എത്തിയത്. ഇതിൽ 8 എണ്ണവും ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ നിന്ന് ഇവർ കടന്നു പോയിട്ടുള്ളത്. 9ാമത്തെ സാധനം അത് ഈ നെപ്പോളിയൻ 3ാമൻ്റെ ഭാര്യയുടെ കിരീടമായിരുന്നു. ഈ കിരീടം ഇവർക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ കിരീടത്തിന് മാത്രം 10 മില്യൺ യൂറോയിലധികം വിലയുള്ള ഒരു കിരീടമാണ്. അതുപോലെ തന്നെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, ഇവർ ഈ മോഷണം നടത്തിയ അതേ ഹാളിൽ തന്നെ ഇതിനേക്കാൾ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് റീജന്റ് വജ്രം, അത് ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാധനങ്ങളൊന്നും എടുക്കാതെ ഇവർ ഉദ്ദേശിച്ച, അതായത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം ഇവർ ഉദ്ദേശിച്ചിരുന്ന 8 സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് പോയത്. അതുപോലെ തന്നെ ഇതിൽ ശക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം ഈ കെട്ടിടത്തിൻ്റെ മുക്കും മൂലയും നേരത്തെ അറിയാം എന്നുള്ള രീതിയിലാണ് വന്ന് ഈ സാധനങ്ങൾ മാത്രം എടുത്ത് വെറും 4 മിനിറ്റിനുള്ളിൽ മോഷണം മുഴുവൻ പുറത്താക്കി 7 മിനിറ്റ് കൊണ്ട് ഈ കെട്ടിടത്തിന് അകത്ത് നിന്ന് പുറത്തേക്ക് മോട്ടോർ ബൈക്കുകളിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അവിടെ സുരക്ഷാ ജീവനക്കാർക്കുൾപ്പെടെ വലിയൊരു നാണക്കേടുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവർ നിരായുധരായിട്ടാണ് ആ കെട്ടിടത്തിനകത്ത് പ്രവേശിച്ചത് എന്നുള്ളതും ഒരു വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഭവ്യ. ശരി.
അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ ഇന്ത്യ സഖ്യം നേർക്കുനേർ വരുമോ എന്ന് ഇന്നറിയാം. ആദ്യഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി വൈകിട്ട് 3 മണിവരെയാണ്. സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ഇന്ത്യ സഖ്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഇന്നത്തെ പ്രധാനപ്പെട്ട ആകാംക്ഷ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ നേർക്കുനേർ വരുന്നിടങ്ങളിൽ പത്രിക പിൻവലിക്കാൻ തയ്യാറാകുമോ നേതാക്കൾ എന്നത് മാത്രമാണ്. അത് ഇന്നറിയാം എന്തായാലും, അല്ലേ? ഇന്ത്യ സഖ്യത്തിൽ ഏതായാലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇന്ന് ആദ്യഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയാണ്. നിലവിൽ 17-ാം തീയതി ഒന്നാം ഘട്ട പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 6 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടുതൽ മണ്ഡലങ്ങളിലും RJDയും കോൺഗ്രസും തമ്മിലായിരുന്നു നേർക്കുനേർ വന്നിരുന്നത്. ചിലയിടത്ത് CPMനെതിരെ കോൺഗ്രസ് വരുന്നുണ്ട്, CPIയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്തരത്തിൽ നേതൃതലത്തിലുള്ള ഒരു ഇടപെടലും ഇതുവരെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഡൽഹിയിൽ നിന്നും ഒരു തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നില്ല. ബീഹാറിൽ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി അത്തരമൊരു സമവായ നീക്കത്തിലേക്ക് സാധ്യതയുള്ളൂ. മാത്രവുമല്ല, രണ്ടാം ഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് അദ്ദേഹം ഔറംഗാബാദ് ജില്ലയിലെ കുടുംബ മണ്ഡലത്തിനുള്ള MLA ആണ്. അവിടെ നിലവിൽ RJDയുടെ സുരേഷ് പസ്വാൻ പത്രിക നൽകിയിട്ടുണ്ട്. സുരേഷ് പസ്വാന്റെ പത്രിക പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഏറ്റവും ചുരുങ്ങിയത് 9 മണ്ഡലങ്ങളിലെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം വരും. നേതാക്കൾക്ക് വേണമെങ്കിൽ അത് സൗഹൃദ മത്സരം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാമെങ്കിലും അത് ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇന്ത്യ സഖ്യത്തിന് അവിടെ ഭരണം പോകുന്നത്. ഏതായാലും ചെറിയ പാർട്ടികളെയൊക്കെ ഇപ്പോൾ ഒപ്പം നിർത്താൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് വികാസ്ശീൽ പാർട്ടി അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് വിഷയത്തിലാണ് NDAയോടൊപ്പം ചേരുകയും 4 സീറ്റുകൾ വിജയിക്കുകയും ചേർന്നത്. ഇത്തവണ അവർ മഹാസഖ്യത്തിനൊപ്പമാണ്. അവർക്ക് 15 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻക്ലൂസീവ് പാർട്ടി അടക്കമുള്ളവരെ 2 സീറ്റുകൾ നൽകി. അങ്ങനെ ചെറിയ കക്ഷികളെയൊക്കെ ഒപ്പം നിർത്താൻ സാധിച്ചു. പക്ഷേ 2 പ്രധാന കക്ഷികൾ തമ്മിൽ യോജിപ്പിലെത്താൻ കഴിയാത്തതാണ് നിലവിൽ ബീഹാറിൽ മഹാസഖ്യം നേരിടുന്ന പ്രതിസന്ധി. JMM അവരുടെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ടുണ്ട്. അതായത് 6 മണ്ഡലങ്ങളിൽ ഏതായാലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ക്ഷീണം തന്നെയാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. 9 മണി വാർത്തയുടെ സമയം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 കാണാം.